അണക്കരയെന്നൊക്കറിയാം. പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുന്ന വലിയൊരു ശുശ്രൂഷ പരിശുദ്ധാത്മാവിൻ്റെ കരുണയാൽ എന്നെ ദൈവം ഏൽപ്പിച്ചത്. അത് ഈ ആളുകൾ പാപത്തിൽ കഴിയുന്നവനെ ദുരാത്മാക്കൾ പീഡിപ്പിക്കുന്ന കാണാം. അവൻ്റെ സമ്പത്തിനെ, അവൻ്റെ ആരോഗ്യത്തെ, അവൻ്റെ മക്കളെ, അവൻ്റെ ബിസിനസ്സിനെ, അവൻ്റെ ജോലിയെ, അവന് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പോലെ ഈ ദുഷ്ടാരൂപികൾ കയറി ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് അനുതാപമില്ല. സാവൂളിനെയും ദൈവം രാജാവാക്കി. അവനാണ് ആദ്യത്തെ രാജാവ്. പക്ഷെ അവന് അഹങ്കാര, അവൻ തെറ്റിദ്ധരുത്തി, അവന് വിഗ്രഹാരാധനയും മന്ത്രവാദവും എല്ലാ പിശാചിൻ്റെയും പുറകെ അവൻ പോവേ. എല്ലാ വിശ്വാസത്തിൻ്റെ എല്ലാ ആരാധനാ കേന്ദ്രങ്ങളും കയറി നടക്കുന്നവനാണ്. അവന് പ്രത്യേകിച്ചൊരു നിലപാടൊന്നുമില്ല, ഉറപ്പില്ല. അവന് വിശ്വാസത്തിൽ അവൻ ചഞ്ചലനാണ്. കാറ്റത്താടുന്ന ഞാങ്ങണ പോലെ. ഇന്നൊരു വിശ്വാസം, നാളെ കാണുന്നിടത്തോട്ട് അടുത്ത വിശ്വാസം. അതാണ് അവൻ്റെ കുഴപ്പം. അനുതാപമില്ലാഞ്ഞുകൊണ്ട് അവൻ്റെ കൃപയെടുത്ത് മാറ്റി. എന്നിട്ട് അവന് ദുരാത്മാവ് എപ്പോഴും അവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അവന് ദാവീദിനെ കാണുമ്പോൾ ഭയങ്കര അരിശ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദാവീദിനെ കാണുമ്പോൾ കടുത്ത അസൂയ, വെറുപ്പ്, പകയ, കൊല്ലാനുള്ള ചിന്തയാണ്. അത് ദുരാത്മാവ് പീഡിപ്പിക്കുകയാണ് അവനെ. ഈ പീഡ നമ്മുടെ കുടുംബങ്ങൾ ചില അപ്പന്മാരെ ബാധിച്ചിട്ടുണ്ട്, ചില അമ്മയെ ഉണ്ട്, മകനെ ഉണ്ട്, മകളെ ഉണ്ട്, മരുമകളെ ഉണ്ട്, കൊച്ചുമകനെ ഉണ്ട്. സഭയെ പോലും ചില സമയത്ത് ഇത് കയറി പിടിക്കുക. കാരണം വെച്ചാൽ നമ്മൾ അനുതാപമില്ല. എൻ്റെ വീഴ എന്ന് പറഞ്ഞോളൂ, അനുതാപമില്ല. ദാവീദനാകട്ടെ, ദാവീദിൻ്റെ കൃപ, അവൻ അനുതാപമുണ്ട്, അവൻ്റെ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരുണ്ട്, നിലവിളിയുണ്ട്. അതുകൊണ്ട് നാഥാൻ അവിടെ തിരുത്തി പറയുന്നുണ്ട്. ഇവൻ അനുതപിച്ച് കഴിയുമ്പോൾ ദാവീദ് നാഥാൻ പറഞ്ഞു, കർത്താവ് നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും. എന്നാലും അപകടങ്ങൾ വരും, സാരമില്ല. കുറേ പാപകടങ്ങൾ തീർക്കേണ്ടി വരും, പക്ഷെ സാരമില്ല. ദൈവം നിന്നോട് നീ അനുദപിച്ചല്ലോ. അനുദപിക്കുന്ന പാപിയെ ദൈവം വീണ്ടെടുക്കും. ദാവീദിനെ ഉപേക്ഷിച്ചില്ല. അവൻ്റെ കുടുംബത്തിൽ നിന്നാണ് സ്വപുത്രനായ ഈശോമിശിഹായുടെ ജന്മം വരുന്നേ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. മറുച്ചത്തിലും ദൈവത്തിന് ഒരാളെ കുറിച്ചുള്ള പദ്ധതി മാറ്റുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ദൈവം പദ്ധതി മാറ്റാറില്ല, നമ്മളാ മാറ്റുന്നത്. യെരമ്യാ 29:11 പറയും, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന വലിയൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിൽ നിന്ന് സാവൂൾ ഔട്ടായി പോകുന്നത് അഹങ്കാരം കൊണ്ടാണ്. പാപ പശ്ചാത്താപമില്ല അവന് കുമ്പസാരമില്ല. അവൻ ദൈവമേ തെറ്റുപറ്റിയെന്നവൻ പറയില്ല. ആ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ അതില്ല, സാധനമില്ല. അവൻ ന്യായീകരണം, ഞാൻ ശരിയാണെന്നേ, ഞാൻ ചെയ്ത് 100% ശരിയാണെന്ന്, ഞാൻ പഠിച്ചതനുസരിച്ച, കോളേജിലെ പ്രൊഫസറാണ് അവൻ്റെ ദൈവം, സയൻറ്റിസ്റ്റാണ് അവൻ്റെ ദൈവം, ബയോളജി പഠിപ്പിച്ച അധ്യാപകനാണ് അവളുടെ ദൈവം, സൈക്കോളജി പഠിപ്പിച്ചവനാണ് അവൻ്റെ തീരുമാനം. അതാണ്, ബൈബിളല്ല. എന്നെ പഠിപ്പിച്ച പ്രൊഫസറുടെ ബുദ്ധി അടിസ്ഥാനം ബൈബിളായിരിക്കണേ, കർത്താവിൻ്റെ വചനം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എളുപ്പപ്പെട്ട് അനുദപിക്കുന്ന പാപിയെ സ്നേഹിച്ചുകൊണ്ട് അനുദപിത്തിൻ്റെ കണ്ണുനീരൊടുക്കണം. ഈ ദേശത്ത് നാളെ ഇന്ന് കുമ്പസാരിക്കാത്തൊരൊക്കെ നാളെ കുമ്പസാരിക്കണം. അത് കുമ്പസാരിക്കുമ്പോൾ ആലോചിച്ച് വെറുതെ കുമ്പസാരക്കുട്ടിൽ വന്നിട്ടാണ് പല ആളുകളും പാപം ഓർമ്മിക്കാൻ തുടങ്ങുക. കുമ്പസാരക്കുട്ടിൽ വന്ന് മുട്ടുകുത്തിയിട്ടാണ് ഓർമ്മ. അതാണ് കള്ളക്കുമ്പസാരം, കാപട്യം നിറഞ്ഞ കുമ്പസാരം. അത് കുമ്പസാരമെന്ന് ഒരുങ്ങേണ്ടത് നേരത്തെ ഇന്ന് പോയിരുന്ന് ഒരുങ്ങുക, പ്രമാണങ്ങളൊക്കെ വായിക്കുക, ധ്യാനിക്കുക, ചെയ്തു നോക്കിക്കുക. അതാണ് പശ്ചാത്താപം. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അത് എന്നിട്ട് എഴുതിക്കുക, നന്നായിട്ട് 3-4-5 പേപ്പറൊക്കെ എഴുതിക്കുക. എനിക്കറിയാം, കേരളത്തിലൊരു മകൾ വലിയൊരു വിശുദ്ധമായി മാറി. ഇന്ന് വലിയ സഭയ്ക്കും സമൂഹത്തിന് അനുഗ്രഹമായിട്ട് തരുന്നൊരു മകളുണ്ട്. ആ മകൾ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു കുമ്പസാരത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതിന് 15 പേപ്പർ നിറച്ച് ആൾ തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എഴുതി. ആൾ പറഞ്ഞ പരിശുദ്ധാത്മാവാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെല്ലാം പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചു തന്നു. ഞാനത് മുഴുവൻ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും എന്നെ കൊണ്ട് പരിശുദ്ധമായി എഴുതിപ്പിച്ചു. എന്നിട്ട് ഞാൻ പോയി കുമ്പസാരക്കുട്ടി പോയി.
എനിക്ക് പേടിയായിരുന്നു. കുമ്പസാരക്കുട്ടിലെ വൈദികൻ എന്നെ വഴക്ക് പറയും, എന്തിനിങ്ങനെയൊക്കെ കുമ്പസാരിക്ക് ചോദിക്കുന്നു, ഈ പേടിയാണ്. അപ്പോൾ ഞാനൊരു തീരുമാനം ഈശോ പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവാണ് എന്നെ കൊണ്ട് കുമ്പസാരിപ്പിക്കുന്നത് എങ്കിൽ കുമ്പസാരം കഴിയുമ്പോൾ എന്നെ കുമ്പസാരിപ്പിക്കുന്ന വൈദികൻ കരയണം. വൈദികനിൽ എൻ്റെ അനുതാപം കണ്ട് വൈദികനിൽ അഭിഷേകം ഇറങ്ങണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. അതുപോലെ സംഭവിച്ചു. ഞാൻ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വൈദികൻ കരയുന്നതാണ്. എൻ്റെ അനുതാപം കണ്ടിട്ട് എൻ്റെ കുമ്പസാരക്കാരൻ്റെ അച്ഛൻ പറഞ്ഞു, മോളെ, പരിശുദ്ധാത്മാവ് നിന്നെ തൊട്ടതിൻ്റെ അടയാളമാണത്. നിന്നെ ഒരു വിശുദ്ധിയാക്കാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു. നീ ഒരു വിശുദ്ധിയാകാൻ പദ്ധതി ഇട്ടിരിക്കുന്ന വൈദ്യന് കുമ്പസാരക്കുട്ടി വെച്ച് പറയുകയാണേ, അത് സംഭവിക്കണം. അതാണ് ഇന്ന് സംഭവം. അപ്പോഴാണ് പൈശാചിക ബന്ധനമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും കുടുംബങ്ങളൊക്കെ ഇറങ്ങിപ്പോകുന്നത്. കുമ്പസാരം നടക്കുന്നില്ല. കർമ്മമുണ്ട്, മുഴുവൻ അത് ആന്തരികമാകുന്നില്ല, ഇൻറ്റേണലല്ല, അത് എക്സ്റ്റേണലാണ്. ആരെയൊക്കെ ബോധ്യപ്പെടുത്താൻ മനസ്സിൻ്റെ ആശ്വാസത്തിന് വേണ്ടിയാണ്. ചില വല്ലതും കുമ്പസാരിക്കുന്നത് എന്തോ ഷെയർ ചെയ്യാം, വെറുതെ മനസ്സിനൊരു സുഖം കിട്ടാം, മനസ്സുഖം കിട്ടാം. ചോദിച്ച സുഖമാച്ച അതല്ല, മനസ്സിൻ്റെ സുഖമല്ല വലുത്. ശരിക്കും കുമ്പസാരം കഴിയുമ്പോൾ മനസ്സിന് സുഖം ഉണ്ടാകില്ല, മനസ്സിന് ദുഃഖം ഉണ്ടാകും. അത് നിരാശയല്ല, അത് സ്നേഹത്തിൽ നിന്നുണ്ടാകുന്നൊരു ദുഃഖമുണ്ട്. കൂടുതൽ നന്മ ചെയ്യാനും പരിഹാര കർമ്മങ്ങൾ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീണ്ടും വിചാരവും. ഏറ്റവും ചെറിയ പാപത്തിന് പോലും വലിയ ഗൗരവത്ത് നുണ പറഞ്ഞു, അല്ലെങ്കിൽ അഹങ്കരിച്ചു, അല്ലെങ്കിൽ ഒരാൾ റെസ്പെക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരാളെ ചീത്ത വിളിച്ചു, ഒരാളെ ശപിച്ചു, അതിനോർത്തുള്ളൊരു പശ്ചാത്താപം ഉണ്ടാകും. ആ സംഭവമാണ് ഉണ്ടാകേണ്ടത്. കുമ്പസാരം കഴിയുമ്പോൾ നീ പുതിയൊരു വ്യക്തിയായി മാറണം. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി. അത് സംഭവിക്കട്ടെ. ഇപ്പം തന്നെ ബന്ധനം അഴിഞ്ഞു തുടങ്ങിയതായിട്ട് ആത്മാവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രസലോഷ് ഈ കൂട്ടായ്മ ഒരുപാട് ഹീലിംഗ് ഉണ്ടാകും. കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങും, ഉറപ്പായിട്ടിറങ്ങും. സ്ഥലവർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ഒരു അത്ഭുതം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. അത് പറഞ്ഞിട്ട് ഞാൻ ആരാധനയിലേക്ക് പ്രവേശിപ്പിക്കാം. അതായത് കുറച്ച് നാൾക്ക് വണക്കനുണ്ടായ വലിയൊരു മിറക്കിളാണ്, വലിയൊരു മിറക്കിൾ. എറണാകുളം ഭാഗത്തുള്ള ഒരു കുടുംബത്തിലൊരു അപ്പന് കരളിനൊരു രോഗം. അത് സീരിയസ് ആയി പോയിട്ട് അത് ഹെപ്പറ്റൈറ്റിസിൻ്റെ ലെവൽ കൂടി, എല്ലാം കൊണ്ടും കൂടി കരളിന് കൂടിയിട്ട് കരൾ ഡെഡായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ച് എനിക്കൊന്ന് അവർ എഴുതി ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലാണ്. അപ്പം കരൾ കംപ്ലീറ്റ് പോയതുകൊണ്ട് കരൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. വേറെ മാറ്റി വെക്കണം. 30 ലക്ഷം രൂപ വരുന്ന ഒരു ഓപ്പറേഷൻ നടത്തണം ഡോക്ടർ പറഞ്ഞു. 30 ലക്ഷം രൂപ. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തി ഇവർ. അപ്പോൾ ആരുടെയാണ് ഈ കരൾ മാറ്റി വെക്കേണ്ടത്? അത് അവസാനം തപ്പി അവരെ കണ്ടുപിടിച്ചപ്പോൾ സ്വന്തം മകൻ്റെ തന്നെ, അപ്പൻ്റെ കൂടെ കുടുംബത്തിലുള്ള മകൻ്റെ തന്നെ കരളാണ് ഈ അപ്പന് ചേർന്ന കരളെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെയെല്ലാം റെഡിയായി, ഹോസ്പിറ്റലെല്ലാം റെഡിയായി. ആൾ വീട്ടിലിങ്ങനെ വയ്യാതെ അപ്പം കിടക്കുകയാണ്. അപ്പം ഈ സമയത്ത് ഈ മനുഷ്യന്, ഈ മകനൊരാഗ്രഹം, അണക്കരെ വന്നിട്ട് പ്രാർത്ഥിക്കണം. ആൾ നന്നായിട്ട് അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ കുമ്പസാരിച്ചൊരുങ്ങി ശരിക്കും എളിമപ്പെട്ട്, മാക്സിമം എളിമപ്പെട്ട് ആൾ അവിടെ ഒരു ആദേശിനെ അയച്ചു വന്നേ. ഈ അപ്പൻ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ തലേ ആഴ്ചത്തെ ദിവസം വരിക. അപ്പോൾ വയ്യാതെ കിടക്കുക. അപ്പോൾ ഈ മകൻ്റെ കരളെടുക്കാണ് അപ്പന് കൊടുക്കേണ്ടത്. അങ്ങനെ അവിടെ ഒന്ന് ധ്യാനം ആദേശിനച്ച് പ്രയർ കൂടി അവസാനം ആൾ പറയുകയാണ്, അച്ഛൻ്റെ അടുത്ത് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ ആളുടെ തലയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധി, ഈ പ്രശ്നമില്ലാണ്ട് അപ്പന് ഓപ്പറേഷനാണ്, കരൾ മാറ്റി വെക്കണം, 30 ലക്ഷം രൂപയാണ് ചിലവ്, എല്ലാം ഞങ്ങൾ റെഡിയായി, ഞങ്ങൾ തകർന്നിരിക്കുക, പ്രാർത്ഥിക്കണം. ഈ മകൻ്റെ തലയ്ക്ക് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന അച്ഛൻ പ്രാർത്ഥിച്ചേ. ഈ പ്രാർത്ഥിച്ച സമയത്തൊരു സംഭവം ഉണ്ടായതായിട്ട് പിന്നീട് അവർ പറയുന്നുണ്ട്. പ്രൈസ്. അത് ഞാനിങ്ങനെ പറഞ്ഞു, ബന്ധിച്ച് പറഞ്ഞു, വിഷമിക്കേണ്ട പൊക്കോ, കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്, അപ്പനെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയേക്കണം ഓച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മകൻ പോകുന്നത്. പിന്നീട് ആ മകൻ പറയുകയാണ്, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലറിയുന്ന കാര്യം, ഇവിടെ അണക്കരയിൽ ഈ മകൻ്റെ തലയിൽ കൈവച്ച് ഡെലിവറൻസ് പ്രയർ കൊടുത്ത സമയത്ത് എറണാകുളത്ത് വീട്ടിൽ കിടക്കുന്ന അപ്പൻ്റെ ശരീരത്തിൽ കരണ്ട് അടിക്കുന്ന പോലത്തെ അനുഭവം ഉണ്ടായി. അപ്പൻ്റെ ശരീരത്തിൽ എന്തോ ഇറങ്ങിപ്പോകുന്ന അനുഭവം അപ്പനുണ്ടായി, എന്തോ വിട്ടുപോകുന്നു. അപ്പം ചെന്നപ്പോഴത്തേക്ക് അപ്പൻ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. വളരെ പറയും സംഭവം എല്ലാം പോകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചു, എങ്കിലൊരു കാര്യം ചെയ്യാം, നാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാം. അടുത്ത ദിവസം തന്നെ ആശുപത്രി ഇവർ കൊണ്ടുപോയി. അപ്പോൾ ഓപ്പറേഷന് വേണ്ടി എല്ലാം റെഡി ആയിരിക്കുന്നതാണ്. കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയാണ്.
അപ്പോൾ ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യാമെന്ന് ചെക്കപ്പ് ചെയ്തപ്പോൾ പറയുന്നുണ്ട്, കരൾ പൂർണ്ണമായും സൗഖ്യപ്പെട്ടിരിക്കുന്നതായിട്ടും പരിപൂർണമായിട്ടാണ് ജീവന് വിട്ടത്. ആ സാക്ഷ്യം ഞാൻ വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അതായത് ഒരാൾ അനുതപിച്ചാൽ ആ അനുതാപം ആ ഒരാൾക്കുണ്ടായാൽ മതി, അവരുടെ കുടുംബത്തിൽ പോലും അത്ഭുതം ഉണ്ടാകും. ഒരു കുടുംബത്തിൽ പോലും ഹീലിംഗ് ഉണ്ടാകും, സൗഖ്യം. പിശാച് വിട്ടു. ഒരു കുടുംബത്തിൽ ഒരാളിൽ കൃപ ഇറങ്ങിയാൽ മതി, ആ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾ പിശാച് വിട്ടു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വ ആരാധന, വിശ്വ ആരാധന. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയാ. അനുതാപം നിറഞ്ഞ ഹൃദയത്തിലാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കടന്നു വരിക. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരൊഴുക്കുന്ന ജീവിതങ്ങളിലാണ് കൃപ ഇറങ്ങി വരിക. അനുദപിച്ചോണം, പാപത്തെ വെറുത്തുപേക്ഷിക്കണം. ഈ കൺവെൻഷനോടെ നീ പൂർണ്ണമായും ഒരു വിശുദ്ധനായിട്ടും ഒരു വിശുദ്ധിയായിട്ടും രൂപാന്തരപ്പെടണം. പ്രസലോഷ്, നിൻ്റെ ഉള്ളിലെ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റണം, നിന്റെ പുതിയ വ്യക്തിയായിട്ടും. അതായത് എഫേസസ് 4:22 നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് ഈശോയെ നീ സ്വീകരിക്കണം. ഈശോ നിൻ്റെ ദൈവമായും കർത്താവായും നീ മറ്റൊരു ക്രിസ്തുവായിട്ട് നീ രൂപാന്തരപ്പെടണം. മറ്റൊരു ക്രിസ്തു. ഇവിടെയുള്ള ഏറ്റവും വലിയ മാരകപാപിയായിട്ട് കഴിയുന്ന മക്കൾ ആരുണ്ടോ അവരുടെ അച്ഛൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, മക്കളെ ദൈവത്തിൻ്റെ കരുണയിൽ ഫൗസ്തീന പറഞ്ഞ പോലെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മാരകപാപി കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ ആ വ്യക്തിയെ ദൈവം വീണ്ടെടുത്തിരിക്കും എന്നാണ് ഉറപ്പ് നൽകുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ദൈവമേ എന്നോട് കരുണയായിരിക്കണേ. നാം മാരകപാപി ഹൃദയത്തിൻ്റെ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ആ വ്യക്തിയെ ആ പാപത്തിൻ്റെ ചെളിക്കുടിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറത്ത് കൊണ്ടുവന്നിരിക്കും. ദൈവം ആ വ്യക്തിയെ വിശുദ്ധീകരിച്ചിരിക്കും. കർത്താവിന് കരുണ ഒടുക്കിയിരിക്കും. അത്ഭുതം ഉണ്ടാവും, സൗഖ്യം ഉണ്ടാവും. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ പോലെ പറയും ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ മുറിയിലൊരു മാതാവിൻ്റെ ഒരു നല്ല രൂപമുണ്ട്. അമേരിക്കയിലൊരു ഫാമിലി എനിക്ക് തന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് വന്നത്. കുറച്ചാളും ഒരു 3-4 വർഷം മുമ്പാണ്. അതിന് പിന്നിൽ വലിയൊരു അത്ഭുതമുണ്ട്. ഒരു കുടുംബം അവർ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് അവർ US പോയി. അമേരിക്കയിൽ ചെന്നപ്പോൾ അവൾ ഗർഭിണിയായി. ഒരു 3-4 മാസം കഴിയുമ്പം പരിശോധിച്ചപ്പോൾ കൊച്ചിൻ്റെ തലച്ചോറിനും ഹാർട്ടിനും എല്ലാം സീരിയസ് പ്രശ്നം. ഡോക്ടർ പറഞ്ഞു അബോർട്ട് ചെയ്ത് കളയണം. അപ്പം ഇവർ ആകെ തകർന്നുപോയി. ഇവർക്കൊണ്ട് ആദ്യത്തെ കുഞ്ഞിനെ അബോർഷൻ നടത്തി കളയണം, കൊച്ചിന് ഒരുപാട് കുഴപ്പമുണ്ടാകും, ജനിക്കാൻ പാടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇവരാകെ തകർന്നിട്ട് ഇവരെന്നെ വിളിച്ചു, എന്നോട് അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഈ ഫോണിൽ കൂടെ ഞാൻ അവർക്ക് വേണ്ടി ഈശോയുടെ നാമത്തിൽ പൈശാചികൾക്ക് ബന്ധിച്ച് പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾ നന്നായിട്ടായിരുന്നു. അവർ പിന്നീട് എന്നോട് പറയുന്നൊരു കാര്യം ഉണ്ടാകാത്തെ. പക്ഷേ പിന്നെ ഞങ്ങൾ 2 പേരും പാപം ചെയ്യാതെ, ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ, ചെയ്തു പോയ കഴിഞ്ഞ കാല പാപങ്ങളെ എടുത്ത് പശ്ചാത്തപിച്ച് നോയമ്പും ഉപവാസം ഒക്കെ എടുത്ത് ഞങ്ങളങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ അനുദപിച്ചു, ഞങ്ങളുടെ തെറ്റുകളെ ഓർത്ത് അനുദപിച്ചു. എന്നിട്ട് ഞങ്ങൾ വിശ്വസിച്ചു കുഞ്ഞിനെ കളയാൻ ഞങ്ങൾ വിശ്വസിച്ചു. അപ്പം ഞങ്ങൾക്ക് അപ്പം അന്ന് ഈശോനോട് പറഞ്ഞു, അവരോട് പറയേ ഇത് കർത്താവ് ഇടപെടും, നിങ്ങൾ അനുദപിച്ചാൽ മതി കർത്താവ് ഇടപെടും. സർവ്വത്തെ പറഞ്ഞു ഹല്ലേലൂയാ. 7-ാം മാസത്തിൽ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തേ കാണിക്കാൻ പോകുന്നു, രോഗിയായ കുഞ്ഞിനെയാണ് നിങ്ങൾ ഇനി ജീവിതത്തിൽ കണ്ടുമുട്ടാൻ പോകുന്നത്. 9-ാം മാസം പരിശോധിക്കുമ്പോൾ ഇത് തന്നെ പ്രസവം. പക്ഷേ സംഭവിച്ചത് കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ചെറിയ രോഗം പോലും ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ട കുഞ്ഞ്. അപ്പം അവരന്നൊരു നേർച്ച നേർന്ന മാതാവിൻ്റെ രൂപം അച്ഛന് കൊണ്ട് ഞങ്ങൾ കൊടുക്കും. അങ്ങനെ നല്ല വിലപിടിപ്പുള്ള നല്ലൊരു രൂപം എനിക്ക് കൊണ്ടുവന്നിട്ട് എൻ്റെ മുറി കൊണ്ടുവന്നു. അവർ ഞെന്നും ഓർക്കും വയ്ക്കുന്നു. അവർ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് വീട്ടിലോട്ടല്ല പോയത്, നേരെ അവർ അണക്കരയ്ക്ക് വന്നിട്ട് അതുകൊണ്ട് എൻ്റെ കൊത്തന്ന അച്ഛാ ഇത് മിറക്കള അച്ഛാ. ഞാൻ പറഞ്ഞു അതിൻ്റെ പിന്നിലെ മിറക്കളിൻ്റെ പിന്നിലെ കാരണം നിങ്ങളുടെ അനുതാപോ പശ്ചാത്താപോ വിശുദ്ധി ജീവിതം. നിങ്ങൾ വിശുദ്ധരാൻ തീരുമാനിച്ചു, പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. അനുദപിക്കാൻ ഒരാൾ തുടങ്ങിയാൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. അനുദപിക്കുന്നൊരു പാപിയോട് ദൈവത്തിന് ക്ഷമിക്കാതിരിക്കാൻ പറ്റില്ല. ക്ഷമിച്ചിരിക്കും, ദൈവനോട് ക്ഷമിച്ചിരിക്കും, ദൈവനോട് കരുണ കാണിച്ചിരിക്കും, ദൈവനെ വീണ്ടെടുത്തിരിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും കണ്ടു. അനുതാപം, എളിമ, അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ.
ഇന്ന് ഉള്ളിൽ മുഴുവൻ പാപം വെച്ചുകൊണ്ട് നമ്മൾ ഒരു ചെറുപുഞ്ചിരിയോടെ നമ്മൾ നീങ്ങുന്ന കാലഘട്ടം. ആരെ വഞ്ചിച്ചാലും യാതൊരു പശ്ചാത്താപമില്ല. ആർക്കെതിരെ നീങ്ങി ആരെ കൊന്നാലും ഏത് ദൈവകൽപ്പന ലംഘിച്ചാലും പശ്ചാത്താപമില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥ. അതാണ് കഠിന ഹൃദയം. കഠിന ഹൃദയം അത് സ്വർഗത്തിൻ്റെ ഹൃദയമല്ലത്, നരകത്തിലേക്ക് പോകുന്ന ഹൃദയങ്ങളാണത്. സ്വർഗത്തിലേക്ക് പോകാനാവില്ലതിന്. ഒരിക്കലും അനുതാപമുള്ള ഒരു ഹൃദയമുണ്ടാകാൻ പ്രാർത്ഥിക്കുക. യെശയ്യാ 57:15 അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും ദൈവം തിരഞ്ഞെടുത്ത പത്രോസ് 3 വട്ടം തള്ളിപ്പറഞ്ഞവന് അവൻ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അനുതാപമുള്ളവനെ ദൈവം പുറത്താക്കില്ല. പശ്ചാത്താപമുള്ളവനെ തിരുത്തുന്നവനെ ദൈവം ഒരിക്കലും പുറത്താക്കില്ല. ശ്രമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പലർക്കും ഈ അനുതാപമില്ല. വീണ്ടും കൂടെ പാപം ചെയ്തുകൊണ്ടിരിക്കുക. കൊലപാതകങ്ങളും മദ്യപാനവും മ്ലേച്ഛതയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പശ്ചാത്താപമില്ല. അതായത് നമുക്കറിയാം, അബോർഷനുകളൊക്കെ ചെയ്തു കൂട്ടുകയാണ്. അന്യൻ്റെ ഭാര്യയെ ഭർത്താവിനെ ഒക്കെ നശിപ്പിക്കുകയാണ്. പശ്ചാത്താപം അതൊക്കെ നരകത്തിലേക്ക് പോകുന്ന നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളായിട്ട് മാറുകയും. അതുകൊണ്ട് വിശുദ്ധ ജോൺ മരിയ വിയാനി പള്ളിയിൽ പറയുമായിരുന്നേ, ഞായറാഴ്ച ദിവസം കുർബാന മധ്യയുള്ള പ്രസംഗം ചില സമയത്ത് വികാരഭരിതനായ വിശുദ്ധ ജോൺ മരിയ വിയാനി കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, മക്കളെ, വിശുദ്ധിയില്ലാത്ത ആത്മാക്കൾ തീ നരകത്തിലേക്ക് പോകും. നിങ്ങൾ ഈ ദേശത്തുള്ളവരുടെ ആത്മാക്കൾ അങ്ങനെ തീ നരകത്തിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഈ വൈദികനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈദികൻ കരയുമായിരുന്നു. വിശുദ്ധ ജോൺ മരിയ വിയാനി അതുകൊണ്ടാണ് കുമ്പസാരക്കൂട്ടിൽ ആശ്രയിച്ചത്. കുമ്പസാരക്കൂട്ടിലൂടെയാണ് ചരിത്രം പറയുന്ന 20 ലക്ഷത്തോളം ആളുകളെ വിശുദ്ധ ജോൺ മരിയ വിയാനി കുമ്പസാരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു വൈദികൻ്റെ ഏറ്റവും വലിയ വലിപ്പം പാപമോചനം എത്ര പേർക്ക് കൊടുത്തു അതുള്ളതാണ്. പാപമോചനത്തിൻ്റെ കൂദാശ കുമ്പസാരക്കൂടിനെ സ്നേഹിക്കുന്ന പുരോഹിതൻ വിശുദ്ധനാകും. കണക്ക് പാപമോചനം കൊടുക്കുകയാണ്. അങ്ങനെ 20 ലക്ഷത്തോളം മെത്രാന്മാർ പോലും ഈ കുമ്പസാരം സ്വീകരിക്കാൻ ഈ പുണ്യവാൻ്റെ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുമായി വന്ന് കേൾക്കുമായിരുന്നു. 20 മണിക്കൂർ 22 മണിക്കൂറൊക്കെ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചിട്ടുള്ള വിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. കാരണം പാപമോചനത്തിലൂടെ രക്ഷ കാണിച്ചു വന്നു. സഭയിൽ വിശുദ്ധരുള്ള ചില അടയാളങ്ങൾ ദൈവം കാണിച്ച് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടെ കുമ്പസാരങ്ങളാക്കണം, അത് കണ്ണുനീരൊടുക്കണം, അനുതാപത്തിൻ്റെ കണ്ണുനീര്. അങ്ങനെ കുമ്പസാരിക്കുന്നിടത്ത് അത്ഭുതമുണ്ടാകും. നിനക്കൊരു വിടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പാപം ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ തിരിച്ചു വരാൻ നമ്മൾ തയ്യാറാകണം. ആരാധിക്കുന്ന ഈശോയെ, മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന് പുണ്യവാന്മാരോട് ചേർന്ന് ദൈവജനത്തോട് നിൻമുഖമെൻ ഹൃദയത്തിലാ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ഈശോയേ, ആരാധ്യൻ യേശുവരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖമൻ ഹൃദയത്തിൽ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ.
സന്നി കർത്താവേ അങ്ങയുടെ തിരുമുമ്പിൽ വസിക്കുന്നു. പാപിനിയെ പോലെ ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ് എല്ലാ കെട്ടുകളും ബന്ധനങ്ങളും ഇപ്പൊ തന്നെ അടിയട്ടെ. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹൃദയത്തെ എല്ലാ കെട്ടുകളും അടിയട്ടെ. ഒറ്റ വിളിശയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഓരോ മക്കളുടെ മേലുള്ള അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു.